ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ കേരളത്തിന്റെ ചരിത്രത്തിലെ സുവർണകാലമായി എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയും വിധമുള്ള മഹത്തായ വികസന മുന്നേറ്റങ്ങളുടെ അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ മോഹിപ്പിക്കുന്ന വികസനം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് അവർക്ക് കടന്നുവരാനായി 62 ലക്ഷം മലയാളികൾ ക്ഷേമ പെൻഷൻ അർഹരായി പ്രതിമാസം 2000 രൂപ കൈപ്പറ്റുകയാണ്. ഇവിടെ കാട്ടാക്കടയിലുള്ള ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടെന്നിരിക്കട്ടെ, അവരെ സംരക്ഷിക്കാൻ മറ്റാരുമില്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. സർക്കാർ അവരോടൊപ്പമുണ്ട്. എല്ലാ മാസവും 2 പേർക്കും കൂടി 4000 ഇന്ത്യൻ രൂപ വീട്ടിലെത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് എല്ലാമായി എന്നല്ല, പക്ഷെ പട്ടിണി കിടക്കേണ്ട കാര്യമില്ല, അരി വാങ്ങാൻ പറ്റും. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെയൊരു ക്ഷേമ പദ്ധതി, ക്ഷേമ പെൻഷൻ സംവിധാനം ഇല്ല. പ്രധാനമന്ത്രിയുടെ നാടായ ഗുജറാത്തിലോ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലോ 2000 രൂപ ക്ഷേമ പെൻഷൻ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഈ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ആയിരുന്നു നമ്മൾ ജനിച്ചിരുന്നതെങ്കിലോ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുമായിരുന്നു. കേരളത്തിൽ ജനിച്ചു വളരാൻ കഴിഞ്ഞവരാ അർത്ഥത്തിൽ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും സ്വപ്നം കാണാൻ പോലും ആകാത്ത ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കാനും കുറ്റമറ്റ നിലയിൽ നടപ്പിലാക്കാനും നമുക്ക് കഴിഞ്ഞു. അതിന്റെ ഭാഗമായാണ് കുടിശ്ശികയില്ലാതെ 62 ലക്ഷം മലയാളി പ്രതിമാസം 2000 രൂപ സർക്കാരിന്റെ ധനസഹായം ക്ഷേമ പെൻഷന്റെ രൂപത്തിൽ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെയാണ് വീട്ടമ്മമാരുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ. നമ്മുടെ രാജ്യത്ത് ആദ്യമായാണ് ഇങ്ങനെ ഒരു ആശയം ചർച്ച ചെയ്യുന്നത് പോലും. ഇപ്പോ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ചവർക്കെല്ലാം അവരുടെ അക്കൗണ്ടിൽ പണമെത്തി. ഇനിയും അപേക്ഷിക്കാം. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് അപേക്ഷിച്ചവർക്കെല്ലാം അക്കൗണ്ടിൽ പണമെത്തി. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ക്ഷേമസങ്കല്പങ്ങൾക്ക് പുതിയൊരു അധ്യായം കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഇത് നമ്മളെ രാഷ്ട്രീയമായി എതിർക്കുന്നവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അതിന്റെ ഗുണം നാട്ടിലെ സാധാരണക്കാർക്കാണ് എന്ന് ഇത്തരം നടപടികളിലൂടെ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഇടതുപക്ഷം ജയിച്ചു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജയിച്ചു എന്നാണ് അർത്ഥം. ഇടതുപക്ഷം ഭരണത്തിലേറി എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അർത്ഥം. ഇത് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും കേരള ചരിത്രത്തിലെ ഒരു സുവർണകാലം എന്ന നിലയിൽ അടയാളപ്പെടുത്തുകയാണ് നമ്മുടെ ഈ കാലയളവ്.